ആർട്ടിക്കിൾ ദായെ കുറിച്ചാണ് നോക്കുന്നത്. ആർട്ടിക്കിൾ ദ എവിടെയൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ ഉപയോഗിക്കാം, അതുപോലെ ആൻ എവിടെ ഉപയോഗിക്കാം എന്ന് പഠിച്ചിരുന്നു. എങ്ങനെ പറഞ്ഞു? ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ എന്ത് ചേർക്കാം? ആൻ ചേർത്ത് പറയാം. അങ്ങനെയല്ല തുടങ്ങുന്നതെങ്കിൽ എ ചേർത്ത് പറയാം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ദായാണ്. അപ്പൊ ദാ എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് ദാ പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുക: ദാ പ്ലസ് പ്രിസൺ. എന്തെന്ന് പഠിക്കാം? ദാ പ്ലസ് പ്രിസൺ. അപ്പൊ ദാ എന്നത് ഒരു ഫിക്സഡ് ആർട്ടിക്കിൾ ആണ്. ഇന്ന വാക്കിന്റെ മുന്നില് ദാ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? അത് ഉറപ്പായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാ ഇന്ന വാക്കുകൾക്ക് മുന്നിൽ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് വെച്ചിട്ട് അങ്ങ് പഠിക്കുക: ദാ പ്ലസ് പ്രിസൺ. കോഡ് എങ്ങനെയാണ്? ദാ പ്ലസ് പ്രിസൺ. നോക്കിയേ, പീല് വരുന്ന വാക്കാണ് പീപ്പിൾ ഇൻ എ കൺട്രി. പീല് വരുന്ന വാക്ക് ഏതാണ്? പീപ്പിൾ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ദാ ചേർത്തിട്ട് പറയാം. അല്ലേ? ഇപ്പൊ ഡാഷ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കിടക്കുന്നത്? ഇന്ത്യൻ എന്നാണ് കിടക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ ഇൻ ഇന്ത്യ എന്നല്ലേ? ഇപ്പൊ ഇന്ത്യൻ, അതിന് മുന്നിൽ എന്ത് ചേർത്ത് പറയാം? ദ ഇന്ത്യൻ. പാകിസ്ഥാനി ഡാഷ് പാകിസ്ഥാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ദ പാകിസ്ഥാനി. അപ്പം പീല് വരുന്ന വാക്കാണ് പീപ്പിൾ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദ എന്ന ആർട്ടിക്കിൾ ചേർത്തിട്ട് പറയാം. അടുത്താണ് ആറിൽ വരുന്ന വാക്ക്. ആറിൽ വരുന്ന വാക്കാണ് റിലീജിയസ് ബുക്ക്, അതുപോലെ ബിൽഡിംഗ്, മോണമെന്റ്സ്. റിലീജിയസ് ബുക്ക്, റിലീജിയസ് ബിൽഡിംഗ്, മോണമെന്റ്സ്. ആറിൽ വരുന്ന മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? റിലീജിയസ് ബുക്ക്, ബിൽഡിംഗ്, മോണമെന്റ്സ്. റിലീജിയസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമുക്കറിയാം, മതപരമായിട്ടുള്ള പുസ്തകങ്ങൾ. ഏതൊക്കെയാണ്? ബൈബിൾ, ഖുറാൻ, ഗീത, രാമായണ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദാ ചേർത്തിട്ട് പറയാം. അതാണ് റിലീജിയസ് ബുക്ക്, ബിൽഡിംഗ്, മോണമെന്റ്സ്. ഇനി റിലീജിയസ് ബിൽഡിംഗ്. ബിൽഡിങ്ങിന് എക്സാമ്പിൾ നമ്മളെ മനസ്സിൽ വരുന്നത് ടെമ്പിള്, ചർച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതല്ല, ഇത് അമ്പലങ്ങളുടെ പേര്, പള്ളികളുടെ പേര്, മിനാരങ്ങളുടെയൊക്കെ പേരുകളാണ്. അപ്പൊ അമ്പലങ്ങളുടെ പേരുകൾക്ക് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. ശബരിമല, ദാ ചേർത്തിട്ട് പറയാം. ദാ ശബരിമല. മുസ്ലിം ജുമാഅത്ത്, നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദ മുസ്ലിം ജുമാഅത്ത്. ഇനി കാത്തലിക് ചർച്ച്, അല്ലെങ്കിൽ ദ കാത്തലിക് ചർച്ച്. സെന്റ് ജോസഫ് ചർച്ച്, ദ സെന്റ് ജോസഫ് ചർച്ച്. അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ പേരിന് മുന്നിലാണ് ദാ ചേർത്തിട്ട് പറയേണ്ടത്. അടുത്താണ് മോണമെന്റ്സ്. മോണമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാരകങ്ങൾ. സ്മാരകങ്ങളുടെ പേരിന് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. ഏതൊക്കെയാണ്? താജ്മഹല്, അതുപോലെ റെഡ് ഫോർട്ട്, അതുപോലെ ഈഫൽ ടവർ, ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിന് മുന്നിലൊക്കെ ദാ ചേർക്കാം. അപ്പൊ പീല് വരുന്ന വാക്ക് ഏതാണ്? പീപ്പിൾ ഇൻ എ കൺട്രി. ആറിൽ വരുന്ന വാക്ക് റിലീജിയസ് ബുക്ക്, ബിൽഡിംഗ്, മോണമെന്റ്സ്. മറക്കൂല. അടുത്താണ് ഐ. ഐയിൽ വരുന്ന വാക്കാണ് ഇൻവെൻഷൻസ്. ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ഇൻവെൻഷൻസുകളുടെ പേരിന് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. ഏതൊക്കെ എക്സാമ്പിള്? നമുക്ക് അതിന്റെ പേര് പഠിച്ചാൽ മതി. എക്സാമ്പിൾ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. റേഡിയോ, ടെലിവിഷൻ, പിന്നെ കമ്പ്യൂട്ടർ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. ദ റേഡിയോ, ദ ടെലിവിഷൻ, ദ കമ്പ്യൂട്ടർ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് മുന്നിൽ ദാ ചേർക്കാം. ഓക്കെ. അടുത്താണ് പ്രിസണില് എസ് ആണ് നമ്മൾ നോക്കുന്നത്. എസ് മീൻസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദാ ചേർത്തിട്ട് പറയാം. എങ്ങനെ മനസ്സിലാക്കാം സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്ന്? EST അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് വിളിക്കാം. EST അവസാനിക്കുന്നതോ അങ്ങനെയല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദാ ചേർത്തിട്ട് പറയാം. ഓക്കെ. എക്സാമ്പിൾ നോക്കിയേ. ടാളസ്റ്റ്. നോക്കിയേ, ടാളസ്റ്റ് എന്തിൽ അവസാനിച്ചിരിക്കുന്നു? EST അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ദ ടാളസ്റ്റ്. അടുത്ത് നോക്കിയേ, ബിഗ്ഗസ്റ്റ്. അടുത്തത് ബിഗ്ഗസ്റ്റ് എന്തിൽ അവസാനിച്ചിരിക്കുന്നു? EST. അതുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർത്ത് പറയാം? ദ ബിഗ്ഗസ്റ്റ്. ഇനി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്തിൽ തുടങ്ങിയിരിക്കുന്നു? മോസ്റ്റ് എന്ന വാക്ക്. അതുകൊണ്ട് നമുക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇനി മോസ്റ്റ് വണ്ടർഫുൾ
എന്തിൽ തുടങ്ങിയിരിക്കുന്നു? മോസ്റ്റ് എന്ന വാക്ക്. അതുകൊണ്ട് നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദ മോസ്റ്റ് വണ്ടർഫുൾ. ബേസിൽ വരുന്ന വാക്ക് ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? EST അവസാനിക്കുന്നതോ അങ്ങനെയല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദാ ചേർത്തിട്ട് പറയാം. അടുത്തതാണ് ഓ. ഓയില് ഓക്കെ, ഓ സ്ക്വയർ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓ സ്ക്വയർ മീൻസ് ഓയിൽ രണ്ട് വാക്കുകളുണ്ടെന്നാണ്. ഒന്നാമത്തത് ഓഫീസ് പൊസിഷൻ, രണ്ടാമത്തത് ഓർഡിനൽ നമ്പേഴ്സ്. ഓഫീസ് പൊസിഷൻ, ഓർഡിനൽ നമ്പർ. എന്താണ് ഓഫീസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ? സ്ഥാനമാനങ്ങളെ കുറിക്കുന്ന വാക്കുകൾ. നമ്മൾ ഒരു സ്ഥാനം മാത്രം എന്ന് പറഞ്ഞു പോകുന്ന സാധനങ്ങളുണ്ടല്ലോ. പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. സ്ഥാനങ്ങളെ കുറിക്കുന്ന വാക്കുകൾ. എന്നാ ഓർഡിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ സ്ഥാനത്തെ കുറിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കിന് മുന്നിൽ ദാ ചേർക്കാം. അപ്പൊ ഓ സ്ക്വയറിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഓഫീസ് പൊസിഷൻ, ഓർഡിനൽ നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറഞ്ഞേ. നമ്മള് ദാക്ക് പറഞ്ഞ കോഡ് ഏതാണ്? ദാ പ്ലസ് പ്രിസൺ. ഇപ്പൊ പിയിൽ വരുന്ന വാക്ക് ഏതാണ്? പീപ്പിൾ ഇൻ എ കൺട്രി. ഓക്കെ. ആറിൽ വരുന്ന വാക്ക് ഏതാണ്? റിലീജിയസ് ബുക്ക്, കോമ ബിൽഡിങ്, കോമ മോണമെന്റ്സ്. ഇനി ഐയിൽ വരുന്ന വാക്ക് ഏതാണ്? ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളുടെ പേര്. ഇനി എസിൽ വരുന്ന വാക്ക് ഏതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? EST അവസാനിക്കുന്നതോ അതല്ലെങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇനി അടുത്തത് ഓ സ്ക്വയറിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഓഫീസ് പൊസിഷൻ, ഓർഡിനൽ നമ്പേഴ്സ്. ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കിയേ. എന്നിൽ വരുന്ന വാക്കാണ്. ലാസ്റ്റ് എന്നിൽ വരുന്ന വാക്കാണ്. n⁻⁷ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്നിൽ 7 വാക്കുകൾ ഉണ്ടെന്നാണ്. പഠിച്ചേ. ഒന്നാമത് നെയിം ഓഫ് നാച്ചുറൽ ട്രൂത്ത്. പ്രകൃതി സത്യങ്ങളുടെ പേരിന് മുന്നിൽ ദാ ചേർക്കാം. പ്രകൃതി സത്യങ്ങൾ ഏതൊക്കെയാണ്? സണ്ണ്, അതുപോലെ മൂണ്, അതുപോലെ എർത്ത്, അതുപോലെ സ്കൈ. ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദാ ചേർത്തിട്ട് പറയാം. സ്റ്റാർ, ഇതിന്റെയൊക്കെ മുന്നിൽ നമുക്ക് ദാ ചേർത്തിട്ട് പറയാം. പ്രകൃതി സത്യങ്ങളുടെ പേരിന് മുന്നിൽ ദാ ചേർത്തിട്ട് പറയുക. ഓക്കെ. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില വാക്കുകൾക്ക് മുന്നിൽ ദാ ചേർക്കണ്ട. ഇപ്പൊ പ്രകൃതി സത്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഭൂമി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങളുടെ പേരിന് മുന്നിൽ എന്ത് വേണ്ട? ആർട്ടിക്കിൾ ഒന്നും വേണ്ട. നമ്മൾ വേണ്ടാത്ത ആർട്ടിക്കിൾ വേണ്ടാത്ത കണ്ടീഷനും പഠിക്കും. ഇത് കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പൊ ഭൂമി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഓർമ്മയിൽ എഴുതാൽ മതി. നമ്മളിവിടെ പറഞ്ഞത് നാച്ചുറൽ ട്രൂത്തുകളുടെ പേരിന് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. ഏതൊക്കെ? സണ്ണ്, മൂണ്, എർത്ത്, സ്കൈ. ഇതൊക്കെ ദാ ചേർത്ത് പറയാം. ഇനി എന്നിൽ വരുന്ന രണ്ടാമത്തതാണ് ബോഡി പാർട്സ്. നെയിം ഓഫ് ബോഡി പാർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നെയിം ഓഫ് ബോഡി പാർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. വാദ്യോപകരണങ്ങളുടെ പേരിന് മുന്നിലും അതുപോലെ ബോഡി പാർട്സ്, ശരീര അവയവങ്ങളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ദാ ചേർത്തിട്ട് പറയാം. വാദ്യോപകരണങ്ങളുടെയും ശരീര അവയവങ്ങളുടെയും പേരിന് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. ഈ വാദ്യോപകരണങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുത്തോണം. വാദ്യോപകരണങ്ങളുടെ പേര് പറയുന്ന സെന്റൻസിൽ അത് പ്ലേ ചെയ്യുന്നു, അത് പ്രവർത്തിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കിടക്കുന്നതെങ്കിൽ മാത്രം ദാ ചേർത്തിട്ട് പറയാം. ഇല്ലേ? ഇപ്പൊ ഒരു വയലിനെ കുറിച്ച് പറയുന്ന സെന്റൻസ് ആണെങ്കിൽ വയലിൻ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന സെന്റൻസിലെ അർത്ഥം വരുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിന് മുന്നിൽ ദാ ചേർക്കാം. ആ വാദ്യോപകരണം പ്ലേ ചെയ്യുന്നു എന്ന അർത്ഥത്തില് ദാ ചേർത്തിട്ട് പറയണം. സാധാരണ വയലിൻ എന്നോ ഗിത്താർ എന്നോ ഒരു വയലിൻ ഒരു ഗിത്താർ എന്ന അർത്ഥത്തിലാണ് എ വയലിൻ എ ഗിത്താർ ഒക്കെ നമുക്ക് പറയാം. അപ്പൊ വാദ്യോപകരണങ്ങളുടെ പേരിന് മുന്നിൽ എപ്പോഴാണ് ചേർക്കുന്നത്? അത് പ്ലേ ചെയ്യുന്നു എന്ന അർത്ഥത്തില് വരുന്ന സമയത്ത് മാത്രം ദാ ചേർത്തിട്ട് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ദായിൽ വരുന്ന എന്നിൽ വരുന്ന രണ്ടാമത്തെ വാക്കാണ് ബോഡി പാർട്സ്. ബോഡി പാർട്സിന് എക്സാമ്പിൾ അതാണ് ലെഗ്, ഫിംഗേഴ്സ്, ഹാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും മുന്നിൽ ദാ ചേർക്കാം. ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞു. അവിടെ എക്സെപ്ഷൻ ആണ്. എങ്ങനെ പറഞ്ഞു? വാദ്യോപകരണങ്ങൾ പ്ലേ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ വരുമ്പോഴേ ദാ ചേർക്കണം. നോർമലി എ വയലിൻ, നമ്മൾ ഒരു വയലിൻ എന്ന അർത്ഥത്തിലൊക്കെ പറയുമ്പോൾ വയലിൻ ഗിത്താറൊക്കെ എ അല്ലെങ്കിൽ നമുക്ക് ആൻ ചേർത്തിട്ട് പറയാം. ഒരു വയലിൻ അല്ലെങ്കിൽ ഒരു ഗിത്താർ എന്ന അർത്ഥത്തില് എ വയലിൻ, എ ഗിത്താർ, എ തബല എന്ന അർത്ഥത്തിലേ പറയാം. പക്ഷെ അത് സെന്റൻസിൽ വരുമ്പം അത് പ്ലേ ചെയ്യുന്നു എന്ന അർത്ഥത്തില് ദാ ചേർക്കാം. ഇനി എന്നിൽ വരുന്ന മൂന്നാമത്തെ വാക്കാണ്
നെയിം ഓഫ് റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ. നെയിം ഓഫ് റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ. മതങ്ങളുടെ പേരിന് മുന്നിലും രാജകൊട്ടാരത്തിലെ സ്ഥാനമാനങ്ങളുടെ പേരിന് മുന്നിലും ദാ ചേർത്തിട്ട് പറയാം. റിലീജിയൻ എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. ഹിന്ദു, ഇസ്ലാം, മുസ്ലിം, പാഴ്സി, സിഖ്, ഇങ്ങനെയുള്ള വാക്കുകൾ. ഇനി റോയൽ പൊസിഷൻസ് ആണെങ്കിലാ രാജകൊട്ടാരത്തിലെ സ്ഥാനമാനങ്ങൾ ഏതൊക്കെയാണ്? കിങ്, ക്യൂന്, പ്രിൻസ്, പ്രിൻസസ്, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുന്നിലും ദാ ചേർക്കാം. അപ്പൊ നെയിം ഓഫ് റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ കിട്ടുമല്ലോ. ഇനി അടുത്ത എന്നിൽ വരുന്ന നാലാമത്തെ വാക്കാണ് നെയിം ഓഫ് ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. ഏതൊക്കെ? നെയിം ഓഫ് ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. ഷിപ്പുകളുടെ പേരിന് മുന്നില്, അതുപോലെ ഹോട്ടലുകളുടെ പേരിന് മുന്നില്, ട്രെയിനുകളുടെ പേരിന് മുന്നില്, അതുപോലെ മാള്, ബാങ്കുകളുടെ പേരിന് മുന്നിലും ഡയറക്ഷനുകളുടെ ദിക്കുകളുടെ പേരിന് മുന്നിലും ഇതാ ചേർക്കാം. അപ്പൊ ഷിപ്പിന് എക്സാമ്പിൾ ഏതാണ്? ടൈറ്റാനിക്, ക്യൂൻ വിക്ടോറിയ, സെന്റ് ഗബ്രിയേല്, ഇതൊക്കെ ഷിപ്പുകളുടെ പേരാണ്. ഇനി ഹോട്ടൽ, ട്രെയിനുകളുടെ പേരാണെങ്കിലോ നമുക്ക് കുറെ അറിയാം. പരശുരാം എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ്, വിവേക് എക്സ്പ്രസ്, എല്ലാത്തിനും ഇതാ ചേർക്കാം. ഇനി അടുത്ത ഹോട്ടൽ ആണെങ്കിലാ ലോക്കൽ ഹോട്ടൽ വേണ്ട, വലിയ വലിയ സാധനങ്ങളാണ് കേട്ടോ. ഇന്റർനാഷണൽ 3D അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ നമ്മുടെ 3 സ്റ്റാർ, 4 സ്റ്റാർ, അതുപോലെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മുന്നില് ഇതാ ചേർക്കാം. അപ്പൊ ഏത് പറയാം? നമ്മുടെ താജ് ഹോട്ടല്, അതുപോലെ മസ്കറ്റ് ഹോട്ടല് ഒക്കെ നമുക്ക് ഇതാ ചേർത്തിട്ട് പറയാം. അതുപോലെ തിയേറ്ററുകളുടെ പേരിന് മുന്നില് ഇതാ ചേർത്തിട്ട് പറയാം. നിങ്ങളെയൊക്കെ നാട്ടിലുള്ള തിയേറ്ററുകളുടെ പേരിന് മുന്നില് ഇതാ ചേർത്തിട്ട് പറയാം. അതുപോലെ മാളുകളുടെ പേരിന് മുന്നിൽ, ഷോപ്പിംഗ് മാളുകളുടെ പേരിന് മുന്നിൽ ദാ ചേർക്കാം. ലുലു മാള്, പോത്തീസ് എല്ലാം നമുക്ക് ദാ ചേർത്തിട്ട് പറയാം. ബാങ്കുകളുടെ പേരിന് മുന്നിൽ ദാ ചേർത്തിട്ട് പറയാം. നെയിം ഓഫ് ബാങ്ക്സ് ഏതൊക്കെ ഉണ്ട്? ആക്സിസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, എല്ലാത്തിനും മുന്നിലും ദാ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു എക്സെപ്ഷനും കൂടെ ഉണ്ട്. RBI ബാങ്കിന്റെ പേരാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. RBIയുടെ പേരിന് മുന്നില് ഒരു ആർട്ടിക്കിളും ചേർക്കണ്ട. ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ലെഫ്റ്റ്, റൈറ്റ്, ഇത്തരത്തിലുള്ള ഡയറക്ഷനുകളുടെ പേരിന് മുന്നിലും ഇതാ ചേർക്കാം. ഓക്കെ. അപ്പൊ നെയിം ഓഫ് ഷിപ്പ്, അതുപോലെ ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. ലോക്കൽ ഹോട്ടല്, തിയേറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മുന്നിൽ വേണ്ട. ഇന്റർനാഷണൽ എഡിഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹോട്ടൽസ് ആൻഡ് തിയേറ്ററുകളുടെ പേരിന് മുന്നിൽ, വലിയ വലിയ ഹോട്ടൽ തിയേറ്ററുകളുടെ പേരിന് മുന്നിൽ മതി. RBIയുടെ പേരിന് മുന്നിൽ വേണ്ട. നമ്മൾ ആർട്ടിക്കിൾ വേണ്ടാത്ത കാര്യം പഠിക്കും, പിന്നീട് പഠിക്കും. അടുത്താണ് എന്നിൽ വരുന്ന അടുത്ത വാക്കാണ് നെയിം ഓഫ് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസീൻ. ന്യൂസ് പേപ്പറുകളുടെയും മാഗസീനുകളുടെയും പേരിന് മുന്നിൽ ഇതാ ചേർക്കാം. ലോക്കൽ എഡിഷൻസ് വേണ്ട, ഇന്റർനാഷണൽ എഡിഷൻസ് മതി. ടൈംസ് ഓഫ് ഇന്ത്യ, ഫാസ്റ്റ് ട്രാക്ക്, പിന്നെ അതേപോലെ ഹിന്ദു, പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇങ്ങനെയൊക്കെയുള്ള പത്രമാധ്യമങ്ങളുടെ പേരിന് മുന്നിൽ വേണം. ലോക്കൽ എഡിഷൻസ് വേണ്ട. മാതൃഭൂമി, മലയാള മനോരമ, മംഗളം, ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്നോടെ ബാലരമ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോടെ വീക്കിലികളുടെ പേരിന് മുന്നിലൊന്നും വേണ്ട. ഓക്കെ. അപ്പൊ ഇതിൽ വരുന്ന അടുത്ത വാക്കാണ് നെയിം ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ പർവ്വത നിരകളുടെ പേരിന് മുന്നിൽ വേണം. എന്നാൽ സിംഗിൾ മൗണ്ടെയിൻ ആണെങ്കിൽ വേണ്ട. നമ്മൾ ഹിമാലയ പർവ്വത നിരകൾ എന്നല്ലേ പറയുന്നത്, അതിന് മുന്നിൽ ദാ ചേർക്കണം. എന്നാൽ എവറസ്റ്റ് കൊടുമുടി എന്നല്ലേ പറയുന്നത്, സിംഗിൾ മൗണ്ടെയിൻ, അതിന്റെ പേരിന് മുന്നിൽ വേണ്ട. റേഞ്ച് എന്ന് പറഞ്ഞാൽ നിരകൾ എന്നാണ് അർത്ഥം കേട്ടോ. പർവ്വത നിരകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ദാ വേണം. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ഐലൻഡുകളുടെ കൂട്ടങ്ങൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ ദാ വേണം. സിംഗിൾ ഐലൻഡിന്റെ പേരാണ് തന്നിരിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഓക്കെ. നെയിം ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ആൻഡമാൻ നിക്കോബാർ ഒരു ദ്വീപസമൂഹമല്ലേ, ഇതാ ചേർത്തിട്ട് പറയാം. സ്വരാജ് ദ്വീപ് ഒരു ദ്വീപിന്റെ മാത്രമായിട്ട് പേരാണ്, സിംഗിൾ ഐലൻഡ് ആണ്, ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. അപ്പൊ സിംഗിൾ ഐലൻഡ്, സിംഗിൾ മൗണ്ടെയിൻ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഗ്രൂപ്പ് ഓഫ് മൗണ്ടെയിൻ, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എങ്കിൽ അവിടെ എന്ത് ചേർത്ത് പറയാ? ആർട്ടിക്കിൾ ചേർത്തിട്ട് പറയാം. മൗണ്ടെയിൻ റേഞ്ചസ് എന്നാണ് പറയുന്നത് കേട്ടോ, മൗണ്ടെയിൻ റേഞ്ചസ്. ഓക്കെ. മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളുടെ പേരിന് മുന്നിൽ ഇതാ ചേർത്തിട്ട് പറയാം. ഓക്കെ. അടുത്ത ലാസ്റ്റ് വൺ ആണ്, എന്നിൽ വരുന്ന അവസാനത്തെ വാക്കാണ്
നെയിം ഓഫ് റിവർ, ഓഷൻ, അതുപോലെ സീ, കനാല്, സ്ട്രെയിറ്റ്, ഗൾഫ് രാജ്യങ്ങളുടെ പേര്, ഡെസേർട്ട്, വാലി. ഏതൊക്കെയാണ്? റിവറുകളുടെ പേര്, ഓഷൻസിന്റെ പേര്, സീ എന്ത് ചെയ്യുന്നൂടെ നമ്മുടെ കടലുകളുടെ പേര്, കനാലുകളുടെ പേര്, സ്ട്രെയിറ്റ് കടലിടുക്കുകളുടെ പേര്, ഗൾഫ് രാജ്യങ്ങളുടെ പേര്, മരുഭൂമികളുടെ പേര്, വാലി താഴ്വരകളുടെ പേര്. എല്ലാത്തിനും മുന്നിലും ദാ ചേർക്കാം. പെസഫിക് ദാ ചേർത്തിട്ട് പറയാം, നൈല് ദാ ചേർത്ത് പറയാം, അതേപോലെ പാർക്ക് സ്ട്രെയിറ്റ് ദാ ചേർത്തിട്ട് പറയാം, സ്യൂസ് കനാല് ദാ ചേർത്തിട്ട് പറയാം, പേർഷ്യൻ ദാ ചേർത്തിട്ട് പറയാം. അപ്പൊ ഇതാണ് ദായുടെ കണ്ടീഷൻ. ഒന്ന് പറഞ്ഞേ, ദാ പ്ലസ് പ്രിസൺ എന്നാണ് നമ്മൾ പഠിച്ചത്. പിയിൽ വരുന്ന വാക്ക് പീപ്പിൾ ഇൻ എ കൺട്രി, ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ദാ ചേർക്കാം. എക്സാമ്പിൾ ഇന്ത്യൻ, അതേപോലെ പാകിസ്ഥാനി, അതേപോലെ അഫ്ഗാനി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദാ ചേർത്തിട്ട് പറയാം. ഇനി ആറിൽ വരുന്ന വാക്കാണ് റിലീജിയസ് ബുക്ക്, ബിൽഡിംഗ്, മോണമെന്റ്സ്. മതപരമായിട്ടുള്ള പുസ്തകങ്ങളുടെ പേര്, അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ പേരിന് മുന്നില്, പിന്നെ അതേപോലെ നിർമ്മിതികളുടെ പേര്, മിനാരങ്ങളുടെയൊക്കെ പേരിന് മുന്നിൽ, മോണമെന്റ്സ് സ്മാരകങ്ങളുടെ പേരിന് മുന്നിൽ. അതിൽ വരുന്ന വാക്കാണ് ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളുടെ പേരിന് മുന്നിൽ, ഇലക്ട്രോണിക് ഇൻവെൻഷൻസ്. എസിൽ വരുന്ന വാക്കാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? EST അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവയ്ക്ക് മുന്നിൽ ദാ ചേർക്കാം. ഇനി ഓയിൽ വരുന്ന രണ്ട് വാക്കുകളാണ് ഓഫീസ് പൊസിഷൻ, ഓർഡിനൽ നമ്പർ. പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നിവ ഓഫീസ് പൊസിഷൻസ്. ഓർഡിനൽ നമ്പർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ ഓർഡിനൽ നമ്പേഴ്സ്. ഇനി എന്നിൽ വരുന്ന 7 വാക്കുകളാണ് പഠിച്ചത്. അതിൽ ഒന്നാമത്തത് നെയിം ഓഫ് നാച്ചുറൽ ട്രൂത്ത്, പ്രകൃതി സത്യങ്ങളുടെ പേരിന് മുന്നിൽ ദാ ചേർക്കാം. ഭൂമി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. പഠിക്കും നമ്മൾ വേണ്ടാത്ത ആർട്ടിക്കിൾ, വേണ്ടാത്ത കണ്ടീഷൻസ് എല്ലാം പഠിക്കും. ഇനി അടുത്തത് രണ്ടാമത് നെയിം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ബോഡി പാർട്സ്, ശരീര അവയവങ്ങളുടെയും വാദ്യോപകരണങ്ങളുടെയും പേരിന് മുന്നിൽ ദാ ചേർക്കാം. വാദ്യോപകരണങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? അത് പ്ലേ ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലാണ് സെന്റൻസ് പറയുന്നതെങ്കിൽ മാത്രം ദാ ചേർത്തിട്ട് പറയാം. ഓക്കെ, അടുത്ത എന്നിൽ വരുന്ന അടുത്ത വാക്കാണ് ബോഡി പാർട്സ് ആൻഡ് റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ. മതങ്ങളുടെ പേരിന് മുന്നിലും രാജകൊട്ടാരത്തിലെ സ്ഥാനമാനങ്ങൾക്ക് മുന്നിൽ ദാ ചേർക്കാം. അടുത്തതാണ് നെയിം ഓഫ് ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. അപ്പൊ ഇതിന്റെ എല്ലാം പേരിന് മുന്നിൽ ദാ ചേർക്കാം. ലോക്കൽ ഹോട്ടൽ, തിയേറ്ററിന് മുന്നിൽ ആർട്ടിക്കിൾ വേണോ? വേണ്ട. RBയുടെ പേരിന് മുന്നിൽ വേണോ? വേണ്ട. ഇനി അടുത്തത് നെയിം ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻ. ഇന്റർനാഷണൽ എഡിഷൻസ് ആണ്. ലോക്കൽ എഡിഷൻസിന് മുന്നിൽ വേണോ? വേണ്ട. അടുത്ത നെയിം ഓഫ് മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. പർവ്വത നിരകളുടെ പേരിന് മുന്നിലും ഗ്രൂപ്പ് ഓഫ് ഐലൻഡിന്റെ പേരിന് മുന്നിലും ദാ ചേർക്കാം. എന്നാൽ സിംഗിൾ മൗണ്ടൻ, സിംഗിൾ ഐലൻഡിന് മുന്നിൽ ദാ വേണോ? വേണ്ട. അടുത്തത് ലാസ്റ്റ് വൺ പറഞ്ഞത് നെയിം ഓഫ് റിവർ, കനാൽ, ഓഷൻ, സ്ട്രെയിറ്റ്, ഡെസേർട്ട്, വാലി, ഫോറസ്റ്റ്, അതുപോലെ സീസ്. ഇതിന്റെ എല്ലാം പേരിന് മുന്നിൽ ദാ ചേർക്കാം. ക്ലിയർ ആണോ? ഇതാണ് ദാ പ്ലസ് പ്രിസൺ. അപ്പൊ കോഡ് വെച്ചിട്ട് ആ വാക്കുകൾ എത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിന്ന് പോകില്ല. ഓക്കെ.